ഭക്ഷണത്തിനകത്ത് 1 കിലോ മുടി. മനസ്സുറപ്പിച്ച് പിന്നെ എങ്ങനെ ആഹാരം കഴിക്കും? ഒരു കാര്യം പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് ഇരുന്നോണം, അല്ലെങ്കിൽ മുടിയെല്ലാം ചെവി ഞാൻ മുറിക്കും. നീ എന്നതാ ശാരദ പറയുന്നത്? ഈ മുടിയും കൊണ്ട് ഈ പെണ്ണ് നടന്നാൽ എങ്ങനാ? മനസ്സജിന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ മുടി വരരുതെന്നല്ലേ ഉള്ളൂ. കുട്ടിമണി ഇന്നു മുതൽ മനസ്സജിന് ചോറ് വിളമ്പി കൊടുക്കണ്ട. നീ ഞങ്ങളുടെ കൂടെ വരണം. ഞാനോ? ഞാൻ എങ്ങനെ? ഞാൻ എന്തു പറഞ്ഞു വരും? നീ വന്നേ പറ്റൂ. ഡ്രൈവറായി വന്നാ മതി. രവിയേട്ടനെ കൊണ്ട് ഞാൻ പറഞ്ഞു സമ്മതിപ്പിച്ചോളാം. എന്താ? എന്ത് പറ്റി? ബാലേട്ടനൊരു ശബ്ദം കേട്ടില്ലേ? ഞാനൊരു ശബ്ദവും കേട്ടില്ല. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അതല്ല ബാലേട്ടാ. എന്റെ ദൈവമേ, ആ കള്ളിപ്പൂച്ച അടുക്കള കയറിയിട്ടുണ്ടാവും. ഞാൻ ജനലൊക്കെ അടച്ചതാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, പൂച്ചയൊക്കെ എല്ലാവരും തോക്കൊണ്ട് അടപ്പ് നിൽക്ക്. അല്ല പിന്നെ എന്തു പറ്റി? പൂച്ചയെ പിടിച്ചില്ലേ? എന്താ ബാലേട്ടാ? എന്തു പറ്റി? പേടി കിട്ടിയ പോലെ ഉണ്ടല്ലോ നിന്റെ മുഖം. ഒന്നുമില്ല ബാലേട്ടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, വെറുതെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്. ബാലേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞേ? പണ്ട് അച്ഛൻ പറയുമായിരുന്നു, തലയിലെടുക്കുന്ന ചുമടിനേക്കാൾ വലിയ ഭാരമാ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കുഞ്ഞു രഹസ്യത്തിനെന്ന്. അതുകൊണ്ട് പറഞ്ഞതാ. മനസ്സിലാ, നമുക്ക് പുഴയില് കുച്ചാനെ പോവാ. മുങ്ങാൻകുഴിയിട്ട് കുച്ചാനെ ഭയങ്കര രസാ. ഇപ്പഴാ? ഇപ്പഴാ നമുക്ക് പുഴ പിണങ്ങും. പിണങ്ങിയ പാവം കരയും. പുഴയിലെങ്ങും മുങ്ങാൻ പോണ്ട, വലിയ മുതല പിടിക്കും. അപ്പുറത്തേ കോളാമ്പി പൂ നിപ്പുണ്ട്, പോയി പറിച്ചിട്ട് വാ. നല്ല പൂവാണോ ചേച്ചി? നല്ല സുന്ദരം പൂവാ, വേഗം ചെല്ല്. ഇതെന്താ സീതേച്ചി, പതിവില്ലാത്തൊരു നോട്ടം? വല്ല CID പണിയും കിട്ടിയോ? ഏയ്, ഞാൻ ചുമ്മാ കലമോളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാ. ഓ, ഞാൻ വന്നോളാം. സീതേച്ചി ചെല്ല്. സീതയടുത്തേക്ക് വല്ലാത്തൊരു നോട്ടവും ഭാവവും. എന്തോ സംശയം തട്ടിയ പോലാ. ഒന്നുമില്ല, ഒക്കെ നിന്റെ തോന്നലുകളാ. നമ്മൾ തെറ്റിയുന്നതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സംശയം തോന്നും. അതാ പ്രശ്നം. ഓ,
അപ്പോ നമ്മള് തെറ്റാ ചെയ്യുന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലേ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിച്ച് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ നോട്ടവും ഭാവമൊക്കെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. നമ്മൾ ആരെയും മൈൻഡൊന്നും ചെയ്യണ്ട. ആയിരിക്കാം, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ പിന്നെ 1-2 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വൈകുന്നേരം കാണാം. നമ്മുടെ വീട് മുടിയാനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ക്ഷുദ്രം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ശാരദേ. അതെന്താ നാത്തൂനെ അങ്ങനെ തോന്നാൻ? എങ്ങനെ തോന്നാതിരിക്കും? ഒരു വശത്തുനിന്ന് ഐശ്വര്യങ്ങൾ വരുമ്പോ വേറൊരു വശത്തൂടെ ഓരോരോ പ്രശ്നങ്ങൾ വരുമല്ലയോ? ഇപ്പൊ കലമോള് വരെ ആശുപത്രിയിലായില്ലേ? എന്താ എന്നെ പറ്റി രണ്ടുപേരും കൂടി ഒരു സംസാരം? നമ്മുടെ വീടിനിട്ട് ആരോ ക്ഷുദ്രം ചെയ്തിട്ടുണ്ടെന്ന് നാത്തും പറയായിരുന്നു. ക്ഷുദ്രമോ? എന്തിനാ? വീട്ടിലെ ഐശ്വര്യങ്ങളെല്ലാം കെട്ടണഞ്ഞു പോവാനായിട്ട്. ഓ, കാക്കക്കണ്ണുമായിട്ട് ഇരിക്കല്ലേ ചുറ്റിനും ഓരോന്ന്. അതെ, മോൾ ഇവിടെ വന്ന് കയറിയതൊന്നും ആർക്കും അത്ര പിടിച്ചിട്ടില്ല. കുട്ടിമണിയുടെ കല്യാണം നടന്നു, നല്ലൊരു കൊച്ചം വന്നു, പുത്തൻ കാറ് മേടിച്ചു. ഇതൊക്കെ ആർക്കാ പിടിക്കുന്നത്? പല്ലുരുമി പ്രാവുന്നുണ്ടായിരിക്കും നാട്ടുകാര്, എന്നിട്ട് ഓരോ കൂടോത്രം ചെയ്യും. ഏയ്, അങ്ങനെയൊക്കെ ഉണ്ട് അപ്പച്ചമ്മേ. അതൊക്കെ ഓരോ അന്ധവിശ്വാസങ്ങളല്ലേ? ആഹാ, ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് അന്ധവിശ്വാസം അല്ല മോളെ, അതുള്ളതാ. കുടുംബത്തെ സമാധാനം പോകല്ലേ എന്നുള്ള ഒറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ. ഇവിടുത്തെ സമാധാനം എങ്ങനെ പോവാനാ അമ്മേ? ആര് വിചാരിച്ചാലും ഇവിടുത്തെ സമാധാനം സന്തോഷം ഒന്നും കളയാൻ പറ്റില്ല. ഇതാ അപ്പച്ചമ്മയ്ക്കാ. അയ്യോ, എനിക്കോ? എനിക്കെന്തിനാ മോളെ കാശ്? വച്ചോ, ഇത്തിരി കാശ് അപ്പച്ചമ്മയുടെ കയ്യിലിരിക്കുന്നത് നല്ലതാ. എപ്പോഴും ആരോടും ചോദിക്കേണ്ടല്ലോ. അമ്മേ, ഞാൻ കുറച്ചു ദിവസം കൊണ്ട് ഒരു കാര്യം പറയണോന്ന് ഓർക്കുക. എന്താ മോളെ? നമുക്കേ നമ്മുടെ ബാലേട്ടന്റെ കടയൊന്ന് വിപുലപ്പെടുത്തണം. പഴഞ്ചൻ പലചരക്ക് കടയുമായിട്ടിരുന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു പ്രയോജനവും ഇല്ല. ബാലേട്ടന്റെ ജീവിതവും മെച്ചപ്പെടണ്ടായോ? ആ കട നമുക്കൊരു മിനി സൂപ്പർ മാർക്കറ്റ് ആക്കണം. അതിനൊക്കെ ഒരുപാട് കാശാവില്ലേ മോളെ? ബാലം പണ്ടെന്ന് ആലോചിച്ചതായിരുന്നു. കാശിന്റെ കാര്യം ആലോചിച്ചൊന്നും ടെൻഷൻ ആവണ്ട. അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തോളാം. അമ്മ ബാലേട്ടനോടൊന്ന് സൂചിപ്പിച്ച് വെച്ചാ മതി ഞാൻ ഇങ്ങനൊരാഗ്രഹം പറഞ്ഞത്. എന്നാലും എന്തൊരു നല്ല പെങ്കൊച്ചാ ശാരദ. ദേവത മനുഷ്യശ്രീയായിട്ട് വന്നതുപോലെ. ഇതിനും മാത്രം എന്നാ ഭാഗ്യമാ നമ്മുടെ കുടുംബം ചെയ്തേക്കുന്നത്. നേരാ, ഇതൊക്കെ കാണാനും അറിയാനും അച്ചൂട്ടും കൂടെ വേണമായിരുന്നു. മോളെന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. അതെ, എന്നോട് കൂട്ടുകൂടാനേ ആരും വരുന്നില്ല. നേരത്തെ മോനും നോവിയും കല്യാണിയും ഒക്കെ ഉണ്ടായിരുന്നു. ആരും ഇപ്പൊ ഇങ്ങോട്ട് വരത്തില്ല. അതെന്താ? ഞാനേ കല്യാണ പെണ്ണായി വലിയ പെണ്ണായി എന്നൊക്കെ അവർ പറയുന്നത്. അത് നേരല്ലേ? മോക്കിപ്പോ കൂട്ടുകൂടാൻ ഞങ്ങളൊക്കെ ഇല്ലേ? പിന്നെ മോക്ക് മോടെ മനസ്സുജനില്ലേ? മോക്ക് എപ്പോഴും മനസ്സുജന്റെ അടുത്തിരുന്നൂടെ? മോക്ക് ഇഷ്ടമല്ലേ മനസ്സുജനെ? എനിക്കിഷ്ടാ. മോളെ ഇഷ്ടമാണോ മനസ്സുജന്? എന്നെ ഒത്തിരി ഒത്തിരി ഇഷ്ടാ. പിന്നെന്താ മോള് മനസ്സുജന്റെ അടുത്തിരിക്കാത്തത്? എനിക്ക് ഇരിക്കുന്ന ഇഷ്ടമാ. പക്ഷേ കൊച്ചേച്ചി പറഞ്ഞു. കൊച്ചേച്ചി എന്ത് പറഞ്ഞു? ഞാൻ എപ്പോഴും മനസ്സിന്റെ അടുത്ത് പോണ്ടാന്ന് പറഞ്ഞു. അത് നാണക്കേടാ, നല്ല കുട്ടികളൊന്നും അങ്ങനെ അല്ലാന്ന് പറഞ്ഞു. അതെ, കൊച്ചേച്ചി തമാശ പറഞ്ഞതാ. മോൾ അതൊന്നും കാര്യാക്കണ്ട കേട്ടോ.
മോളെപ്പോഴും മനസ്സിജന്റെ കൂടെ തന്നെ കാണണം. എങ്കിൽ ഞാനിപ്പോ തന്നെ പോട്ടെ മനസ്സിന്റെ അകത്ത്. ആ പൊക്കോ. അയ്യോ, ഇത് മനസ്സിലായി. ഇനി എന്താവും മതി? ഒടുക്കം ഞാൻ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. നമുക്കിടയിൽ വന്ന് സീതയെടുത്ത് ആരോടെങ്കിലും പറഞ്ഞ അതോടെ തീർന്നു. വയലോരം വീട്ടുകാരുടെ മുമ്പിൽ ഞാനിപ്പോൾ ദൈവവും നീ ഇപ്പോൾ ദേവതയുമാണ്. ഒറ്റയടിക്ക് നമ്മൾ ശത്രുക്കളാവും. ചൂട് പാൽ മുക്കി ബിസ്ക്കറ്റ് പോലെ അലിഞ്ഞിരുന്ന് കാണാതാവും വയലോരം വീട്. നിന്റെ ഈ മുടിഞ്ഞ പേടി നീ ഒന്ന് മാറ്റുന്നുണ്ടോ? എന്തായാലും പെട്ടു. ഇനിയിപ്പോ ചുഴി കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കാതെ അടുത്ത വഴി നോക്കണം. ഞാൻ എന്ത് വേണം നീ പറയും? വയലോരം വീട്ടുകാരുടെ സ്നേഹവും വിശ്വാസതയും കൂടുതൽ നീ പിടിച്ചെടുക്കണം. നിനക്കെതിരെ ആരെന്തു പറഞ്ഞാലും അത് നമ്മുടെ ശാരദാമ്മയാണെങ്കിൽ കൂടി വയലോരം വീടിന്റെ ശത്രു ആവണം. ഒടുക്കം നമ്മൾ പിരിയേണ്ടി വരുമോ? പിരിയാനോ? നിനക്കെന്നെ പിരിയണോടാ? പിരിയണോന്ന്? ഇല്ല, മനസ്സിനെ വിട്ട് മതിക്കല ജീവിക്കില്ല. അതിനുവേണ്ടിയല്ല ഞാൻ ഇതൊക്കെ ചെയ്തത്. അങ്ങനെ എങ്ങനെ സംഭവിച്ച വയലോരം വീട്ടിൽ പിന്നെ ഒരാള് പോലും, ഒരു പൂച്ചക്കുഞ്ഞു പോലും ജീവനോടെ കാണില്ല. സത്യം. നീ കണ്ടോ ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നത്? നീ പറഞ്ഞത് ശരിയാ. ഇവിടെ നമ്മള് ഇത്തിരി സൂക്ഷിച്ചേ പറ്റൂ. ബാലേട്ടന് സീതേച്ചിയുള്ളതാ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതൊക്കെ ആലോചിച്ച് ചെയ്യണം. അവർ ഈ വീട്ടിൽ നിന്ന് മാറണം. നാട്ടുനടപ്പ് പ്രകാരം ഇളയ ആളിനുള്ളതല്ലേ വീട്. അങ്ങനെ നോക്കുമ്പോ രവിയേട്ടനാ. കുട്ടിമണി എന്തായാലും ഇവിടുന്ന് വിടത്തില്ല. ബാലേട്ടന് സീതേച്ചി പോയാൽ പിന്നെ നമ്മൾ സ്വസ്ഥരായി. മാറുകയാണെങ്കിൽ അവര് നമുക്കിടയിലെ ബന്ധം അറിയുന്നതിന് മുമ്പേ മാറണം. ഇല്ലെങ്കിൽ ഈ ബന്ധം പൊളിക്കാനായി ഇവിടെ എങ്ങനെയെങ്കിലും അവര് കടിച്ചു തൂങ്ങി നിൽക്കും. പക്ഷേ അതെങ്ങനെ സാധിക്കും? ഞാനൊന്ന് നോക്കട്ടെ. രവിയേട്ടനെ കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഞാനത് സാധിപ്പിക്കും. ഇതാരായിരിക്കും നേരത്ത്? നീ പോയി നോക്ക്. ആരാണെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി വിടും. സീതയെടുത്തിയോ? എന്താ ഇപ്പോ? മനസ്സിനോട് ഒരു കാര്യം സംസാരിക്കാൻ വന്നതാ. ഇപ്പോഴോ? നാളെ സംസാരിച്ച പോരെ? പോരെ. എല്ലാവരും മനസ്സിനോട് രാത്രിയിലല്ലേ സംസാരിക്കാം. അതുകൊണ്ട് ഞാനും രാത്രി തന്നെ സംസാരിക്കാമെന്ന് വെച്ചു. മനസ്സിനങ്ങോട്ട് മാറിക്ക്. ഇല്ല, എനിക്കിപ്പം സീതയെടുത്തിലോ ഒന്നും സംസാരിക്കാനില്ല. മാറി നിൽക്കി മനസ്സിജ. സീതടുത്തിടെ ദേഷ്യപ്പെട്ടുള്ള മുഖം നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അത് കാണണ്ടെങ്കിൽ നീ മാറും. നീ ഇത്ര വൃത്തികെട്ടവളായി പോയില്ലോടി. സീതയെടുത്തി, ഞാൻ സീതയെടുത്തി കരുതുന്ന പോലെ. മിണ്ടരുത് നീ. നീ ഈ കാണിച്ച ചതിക്ക് നിന്റെ കരണം അടിച്ചു പൊട്ടിക്കുക വേണ്ടത്. സീതേച്ചി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. മനസ്സിനല്ല നിങ്ങളാരാ? ഇതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. ഒരു പാവം കൊച്ചിനെ ഉറക്കി കിടത്തിയിട്ട് അവളുടെ ഭർത്താവിനൊപ്പം ഇരുന്ന് ശൃംഗരിക്കുന്നതാണോടി നിന്റെ വ്യക്തിപരമായ കാര്യം?
സീതേച്ചി ഇത്ര ക്ഷോഭിക്കുന്നത് എന്തിനാ? സീതേച്ചിയുടെ ഭർത്താവിനൊപ്പം അല്ലല്ലോ ഞാനിരുന്നത്. ഞാനും മനസ്സിജനും പണ്ടേ ഇഷ്ടത്തില്ല. മനസ്സിജനെ ഈ വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയാ ഞാൻ ഈ കല്യാണം നടത്തിയത്. അല്ലാതെ എട്ടും പൊട്ടും തിരിയാത്ത ഈ പെണ്ണിനെന്തിനാ ഭർത്താവും കുടുംബമൊക്കെ? എടി ദുഷ്ടേ, നിന്നോട് ദൈവം ചോദിക്കൂടി. പിന്നെ ഈ നട്ടപാത്രിക്കും ദൈവമൊക്കെ ഇപ്പൊ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുമായിരിക്കും സീതേച്ചി. അഥവാ ചോദിച്ചാൽ തന്നെ കാര്യകാരണ സഹിതം ഞാൻ പറഞ്ഞോളാം. സീതേച്ചി ഇപ്പൊ പോകുന്നില്ലടി ഞാൻ. എല്ലാവരെയും വിളിച്ച് എഴുന്നേപ്പിക്കാൻ പോവാ. എല്ലാവരും അറിയട്ടെ നിന്റെ തനി നിറം. ചുമ്മാ മണ്ടത്തരം കാണിക്കില്ലേ സീതേച്ചി? ഇവിടെ ഉള്ളവർ വന്നാ കഥ നേരെ തകിടം മറിയും. മനസ്സിജിന്റെ മുറിയിൽ നിന്നും നിങ്ങളെ ഞാൻ കൈയോടെ പിടികൂടിയെന്ന് പറയും. മനസ്സിജനും അത് തന്നെ ഏറ്റു പറയും. നേരം വെളുക്കും മുമ്പ് കുറ്റിച്ചൂലെടുത്ത് നിങ്ങളെ അടിച്ചിറക്കും ഇവിടെ ഉള്ളവർ. കാണണോ? സീതേച്ചി ചെല്ല്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഒന്നിച്ച് ഈ മുറിയിൽ നിന്നിറങ്ങാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സൂര്യൻ ഉദിക്കട്ടെ. നമുക്ക് നല്ല വെട്ടത്തിൽ മുഖാമുഖം കാണാം. വാ സീതേച്ചി. നീ ഇത്ര ചതിയനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചത്. സീതേച്ചി എന്നോട് പിണക്കത്തിലാണോ? ചോദിച്ചത് കേട്ടില്ലേ? സീതേച്ചി എന്നോട് പിണക്കത്തിലാണോന്ന്. പിണക്കമാണോന്നറിയത്തില്ല, പക്ഷേ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. കാരണം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിന്നെ. നിന്നെ പോലെ നല്ല സ്വഭാവമുള്ളൊരു മകൾ ഉണ്ടാവണമെന്ന് പോലും ബാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാ നീ? സീതേച്ചിയുടെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ ഞാൻ സീതേച്ചിയോട് എന്തോ തെറ്റ് ചെയ്തെന്നു. ഏറ്റവും വലിയ തെറ്റ് നീ ചെയ്തിരിക്കുന്ന നിന്നോട് തന്നെയാ. പിന്നെ രവിയോട്, ഒന്നും അറിയാത്ത പാവം കുട്ടിമണിയോട്, ഈ വീട്ടിലെ പാവങ്ങളോട്. എങ്ങനെ കഴിഞ്ഞു മോളെ നിനക്കിതിന്? സീതേച്ചി പ്രശ്നത്തിന്റെ ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ. എനിക്കുണ്ട് ചിലത് പറയാൻ. എന്റെ ഭർത്താവിന് എന്നെക്കാളും ഇഷ്ടം എന്റെ കാശ് സമ്പത്തൊക്കെയാ. ഞാൻ ആഗ്രഹിക്കുന്ന സ്നേഹവും കെയറും ഒന്നും എനിക്ക് അയാളിൽ നിന്ന് കിട്ടുന്നുമില്ല. അപ്പോ അത് കിട്ടുന്നിടത്തേക്ക് എന്റെ മനസ്സ് പോയി. കേട്ടിട്ടില്ലേ സൂര്യപ്രകാശം വരുന്നിടത്തേക്ക് ചാഞ്ഞ ചെടികൾ വളരുമെന്ന്? പറഞ്ഞു കഴിഞ്ഞപ്പോ എത്ര നിസ്സാരം. ചെയ്ത തെറ്റിന്റെ ആഴത്തെക്കുറിച്ച് നിനക്കറിയാവോ കലേ? നിന്റെ കഴുത്തി കിടക്കുന്ന താലിക്കൊരു സത്യമില്ലേ? ഭർത്താവിന്റെ സ്നേഹം കുറഞ്ഞു പോയാ മറ്റൊരു പുരുഷനെ തേടി പോകുന്നതാണോ മോളെ മാന്യത? അന്തസ്സുള്ളൊരു പെണ്ണ് അതാണോ മോളെ ചെയ്യുന്നത്? സംഭവിച്ചത് സംഭവിച്ചു. സീതേച്ചിയുടെ നാവിൽ നിന്ന് ഇതാരും അറിയരുത്. സീതേച്ചി ഇതിന്റെ പേരിൽ എന്നെ കുറ്റവിചാരണ നടത്തി കൊല്ലാക്കൊല ചെയ്യരുത്. അറിയാലോ, ഞാൻ ഈ വീടിന് പുറത്തായ വെന്തു വെണ്ണീറാവുന്നത് എന്റെ ജീവിതം മാത്രമല്ല, വയലോരം വീട് കൂടിയാ. ഈ ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിക്കാം, പക്ഷെ ഇനി ഇത് ആവർത്തിക്കരുത്. കുട്ടിമണിയുടെ കണ്ണുകളിലേക്കൊന്ന് നോക്ക് കലമോളെ. കൊച്ചേച്ചിന്ന് വിളിച്ച് നിന്റെ പുറകെ നടക്കുന്നവളാ. അതൊരു മനുഷ്യജന്മം തന്നെയല്ലേ മോളെ? കണ്ണി ചോരയില്ലാതെ അതിനെ ചതിക്കരുത്. വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഒരു കുഞ്ഞു പനി തീരാവുന്നതേ ഉള്ളൂ. വെറുതെ നിന്ന് മഞ്ഞു കൊള്ളണ്ട. കലമോള് പൊക്കോ.
രവിയേട്ടാ, ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? ഞാൻ പറഞ്ഞില്ലേ രവിയേട്ടാ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാ. ആ, രേഷ്മ. എത്ര വർഷം കൂടിയിട്ടാ കാണുന്നതെന്നറിയാമോ? ഞാൻ കണ്ടിട്ട് വരാം. ആ ശരി, വെച്ചോ, ഞാൻ വിളിക്കാം. മനുഷ്യൻ ഇവിടെ തലയ്ക്ക് തീ പിടിച്ച് നിൽക്കുമ്പോഴാ. നീ കാര്യം പറ. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ആര്? ആരെന്നോ? കുട്ടിമണി. പിന്നെ അവരും. ആര്? അവര് ആ സീത. അവർക്ക് പിടികിട്ടി ഞാനും മനസ്സിജനുമായിട്ടുള്ള ബന്ധം. ബെസ്റ്റ്. അമ്മയെ ഈശ്വരനെ വിളിക്കാൻ തുടങ്ങിയോ? ഒതുക്കേണ്ടത് രണ്ടുപേരെയാ. എന്റെ മോളുടെ ജീവിതത്തിനു മീതെ കാക്ക കണ്ണുമായി ഒരുത്തിയും ഒരൊറ്റ ഒരുത്തിയും പറക്കില്ല. പറയുന്നത് മാണിക്യമംഗലത്തെ ജലജകുമാരിയാ. സൗന്ദര്യമായി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. മനസ്സിജൻ എന്നെ വിട്ടുപോകുമോ എന്ന് പോലും എനിക്ക് പേടിയാ. നാണമില്ലടി നിനക്ക്? അവനാരാ? കാമദേവനോ? അവനു വേണ്ടിയാ നീ കാട്ടിക്കൂട്ടുന്നതല്ല. ഒടുക്കം അവനെ ചതിച്ച് അമ്മാന്നും പറഞ്ഞ് എന്റെ മുമ്പിൽ വന്നേക്കരുത്. അമ്മയ്ക്ക് എന്നെ പറ്റി എന്തറിയാം? സ്വന്തം തന്തയോട് ദയ കാണിക്കുന്നവളല്ല മതികല. അറിയാലോ, ലോകം ഞാൻ പറയും പോലെ ചലിക്കണം. ഇല്ലെങ്കിൽ ആ ലോകം എനിക്ക് വേണ്ട. ഞാനത് ചുട്ട് കരിക്കും. കുട്ടിമണിയേക്കാളും ഇപ്പൊ നീ സൂക്ഷിക്കേണ്ടത് സീതയെ. തൽക്കാലം നീ അവളെ പിണക്കാൻ പോകണ്ട. പക്ഷെ പൂട്ടണം. അനങ്ങാനാവാത്ത വിധം അവളെ പൂട്ടണം. അവളുടെ ഭർത്താവ് ബാലൻ ഒരു പാവത്താന. ആരെന്തു പറഞ്ഞാലും കണ്ണും പൂട്ടി വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ഒരു പാവം. അവനെ സീതയ്ക്കെതിരാക്കുന്ന ഒരു വഴി നീ കണ്ടെത്തണം.